ഈ ജിന്നിന്റെ അടുത്ത് എന്ത് ചോദിച്ചാലും ഷിർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജിന്ന് നമ്മുടെ മുമ്പിൽ തന്നെയാണ്. അപ്പോൾ ഒരു ജിന്ന് നമ്മുടെ മുമ്പിൽ തന്നെയാണ്. അപ്പം നമ്മൾ ഒരു പിന്നെ ചോദിക്കണേ, ജിന്നെ എനിക്കൊരു 10 രൂപ തരുമോ എന്ന് ചോദിച്ചാൽ അത് ഷിർക്കാകുമോ? ഇതാണ് എൻ്റെ രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, ജിന്ന് എങ്ങനെ നിങ്ങളുടെ മുന്നിൽ വന്നു? ജിന്ന് എങ്ങനെ നിങ്ങളുടെ മുന്നിൽ വന്നു? ജിന്ന് ഞാൻ ജിന്നാണെന്ന് പറഞ്ഞു വന്നു. എങ്ങനെ വന്നു? അത് ഇപ്പോ പല കൊല്ലത്തിൽ ഒരു മരപ്പട്ടിയുടെ കൊലത്തിൽ വരാം. അപ്പൊ ജിന്ന് എന്ന് പറയൂലല്ലോ. അപ്പൊ ജിന്ന് ജിന്നിന്റെ രൂപത്തിൽ വന്നു. ജിന്ന് എങ്ങനെ വന്നു? ജിന്നിന്റെ രൂപത്തിൽ. ജിന്നിന്റെ രൂപത്തിൽ നിങ്ങൾ കാണുമോ? മനുഷ്യന് കാണാൻ പറ്റും ജിന്നിനാ. ആര് പറഞ്ഞു? ഖുർആനെതിരാത്. ആദ്യം അത് പഠിക്കുക. ഒന്നൊന്ന് പഠിച്ചു. അവിടെ അതായത് ജിന്നിന്റെ രൂപത്തിൽ വന്നാൽ, മലക്കിന്റെ രൂപത്തിൽ വന്നാൽ നിങ്ങൾ കാണുമോ? ഇതാണ് സംശയങ്ങൾ ഒന്ന് ക്ലിയർ ചെയ്ത് പോവാന്ന് പറഞ്ഞാൽ. കാരണം വെച്ചാൽ ഈ ജിന്നുവാദികൾ ഉണ്ടാക്കിയ ചില തശ്വീശുണ്ട്, അവർക്ക് കുറച്ച് കുതന്ത്രങ്ങളുണ്ട്. ഇത് ഇവരുടെ കൂടെ നടന്നും അവരുടെ കൂടെ ചിരിച്ചും വർത്തമാനം പറഞ്ഞൊക്കെ പരിചയമുള്ളത് കൊണ്ടും ഇതൊക്കെ നന്നായിട്ട് അറിയാം നമുക്ക്. അപ്പോൾ ഒന്ന്, ജിന്നിന്റെ രൂപത്തിൽ വന്നാൽ, മലക്കിന്റെ രൂപത്തിൽ വന്നാൽ അവരെ കാണാൻ പറ്റുമോ? അവരെ മനസ്സിലാക്കാൻ പറ്റുമോ? ഖുർആൻ പറഞ്ഞു ഇല്ല. ആദ്യം മലക്കിന്റെ കാര്യം. മലക്കിന്റെ രൂപത്തിൽ വന്നാൽ മലക്കിനെ കാണാൻ പറ്റുമോ? ഇത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമ്മളോട് പറഞ്ഞു. എങ്ങനെ പറഞ്ഞെന്നറിയോ? ചില ആളുകൾ പറഞ്ഞു, എന്തേ അല്ലാഹു മലക്കിനെ പ്രവാചകനായി വിട്ടില്ല? എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കിനെ പ്രവാചകനായി വിട്ടില്ല? ആ ഒരു മലക്ക് നമ്മുടെ മുന്നിൽ വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു എങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ മനസ്സിലാകുമായിരുന്നു. ജിബ്രീൽ വന്ന് മുഹമ്മദ് നബിക്ക് കൊടുത്ത് മുഹമ്മദ് നബി അത് പറഞ്ഞു തരണം. എന്തിനാ അത്രയും പ്രയാസം? ആ ജിബ്രീലിന് തന്നെ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞാൽ പോരെ? എന്തുകൊണ്ട് അല്ലാഹു ഒരു മനുഷ്യനെ പ്രവാചകനായി അയച്ചു? മാലി ഹാദർ റസൂൽ യഅ്കുലു തആമ വയംശി ഫിൽ അസ്വാഖ് ലൗലാ ഉൻസില ഇലൈഹി മലക്ക്. അല്ലാഹുക്കൊരു മലക്കിനെ അയച്ചുകൂടായിരുന്നോ? അതിന് അല്ലാഹു ഖുർആനിൽ മറുപടി പറഞ്ഞു. എങ്ങനെയാ മറുപടി പറഞ്ഞത്? മലക്കിന്റെ കോലത്തിൽ അയച്ചാൽ നിങ്ങൾക്ക് മലക്കിനെ കാണാൻ പറ്റൂ? കാണാൻ പറ്റൂല. അപ്പം മലക്കിനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ മനുഷ്യന്റെ രൂപത്തിൽ മലക്കിനെ പറഞ്ഞു വിടണം. അപ്പോൾ ഒരു മനുഷ്യൻ നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയണം ഞാൻ മലക്കാണ്. വന്നത് ഒറിജിനൽ മലക്കാൻ തന്നെ വിചാരിച്ചോ? പക്ഷെ നിങ്ങൾക്ക് മലക്കിന്റെ രൂപത്തിൽ കാണാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രൂപത്തിലാക്കണം, നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്ന രൂപത്തിലാക്കണം. അപ്പോഴെങ്ങനെ അയക്കണം? മനുഷ്യന്റെ കോലത്തിൽ മലക്കിനെ അയക്കണം. അങ്ങനെ മനുഷ്യക്കോലത്തിൽ ഒരു മലക്ക് വന്ന് നിങ്ങളോട് ഞാൻ മലക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? ഖുർആൻ തന്നെ പറയുന്നു, സൂറത്തുൽ അൻആമിൽ തന്നെ പറയുന്നു, 9-ാമത്തെ ആയത്തിൽ പറയുന്നു, വലൗ ജഅൽനാഹു മലക്കൻ ലജഅൽനാഹു റജുലൻ വലലബസ്നാ അലൈഹിം മാ യൽബിസൂൻ. സൂറത്തുൽ അൻആമിലെ 9-ാമത്തെ ആയത്ത്. അതായത് വലൗ ജഅൽനാഹു മലക്കൻ, ഒരു മലക്കിനെയാണ് നാം ആക്കുന്നതെങ്കിൽ അതിനു വേണ്ടി ലജഅൽനാഹു റജുലൻ, നിങ്ങൾക്ക് കാണാനും സംസാരിക്കാനും പറ്റുന്ന രൂപത്തിലാക്കും ഒരു മനുഷ്യനായിട്ട് തന്നെ പറഞ്ഞു വിടേണ്ടി വരും. വലലബസ്നാ അലൈഹിം മാ യൽബിസൂൻ. അപ്പോൾ ഇന്ന് നിങ്ങൾ എന്തൊക്കെ ആക്ഷേപം പറയണോ അത് പറയും. ഇതെന്ത് മലക്ക്? ചിരിക്കണ മലക്കോ? കഴിക്കുന്ന മലക്കോ? നടക്കുന്ന മലക്കോ? പിടിക്കുന്ന മലക്കോ? ഇതെങ്ങനെ മലക്കാവും? ഇത് എന്നെ പോലെ മുഹമ്മദ് അഹമ്മദ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അപ്പോൾ ഇന്ന് എന്തൊക്കെ പറയണമെന്നോ അത് മുഴുവൻ അന്ന് പറയും. അപ്പോൾ മലക്കിന്റെ കോലത്തിൽ അയച്ചാൽ നിങ്ങൾക്ക് മലക്കിനെ കാണാൻ കഴിയില്ല. പിന്നെ മലക്കിനെ അയക്കുകയാണെങ്കിൽ മനുഷ്യന്റെ കോലത്തിൽ അയക്കേണ്ടി വരും. മനുഷ്യന്റെ കോലത്തിൽ മലക്കൊന്ന് ഞാൻ മലക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ കുറെ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ സൂക്കേട് മാറിക്കോളും. നമ്മളിപ്പോൾ ഒന്ന് കുതിരവട്ടത്തോ അല്ലെങ്കിൽ ഒന്ന് ഊളംപാറയിലൊക്കെ പോയി വരാം എന്നേ നിങ്ങൾ പറയൂ. ഇനി രണ്ടാമത് നമ്മൾ മനസ്സിലാക്കണം, ജിന്നുകൾ. ആ ജിന്നുകളെ സംബന്ധിച്ച് ജിന്നിന്റെ കോലത്തിൽ ഞാൻ ജിന്നിനെ കണ്ടു എന്നൊരുത്തൻ വാദിച്ചാൽ അവനെ സാക്ഷിക്ക് പോലും പറ്റില്ലെന്നാണ് ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞത്. മാത്രമല്ല ഖുർആൻ പറഞ്ഞു എന്ത്? ഒരിക്കലും നിങ്ങൾക്ക് ജിന്നിന്റെ കോലത്തിൽ കാണുക സാധ്യമല്ല. ജിന്നിന്റെ കോലത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും ജിന്നുകളെ കാണുകയില്ല, കാണാൻ കഴിയുകയില്ല. ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു. ഖുർആൻ പറയാണ് ഇന്നഹു യറാക്കും, അവൻ നിങ്ങളെ കാണും. അവൻ മാത്രമല്ല അവന്റെ ഗോത്രവും നിങ്ങളെ കാണും. അവൻ മാത്രമല്ല അവന്റെ ഗോത്രവും നിങ്ങളെ കാണും. ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും. അവരെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ ജിന്നിനെ കാണുമെന്ന് പറഞ്ഞ്? ഖുർആൻ പറയുന്നു എന്ത്? നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയില്ല.
അവരുടെ കോലത്തിൽ അവരെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. സൂറത്തു അറാഫ് 27-ാമത്തെ ആയത്ത്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ജിന്നെ കാണുന്നത്? അതൊന്ന് പറയ്. അപ്പൊ ജിന്നെ കോലത്തിൽ നിങ്ങൾ കാണുവോ? അപ്പൊ അതൊന്ന് വ്യക്തമാക്കട്ടെ മൈക്കോട്. അതായത് ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഒരു നിയമം വന്നിട്ടുണ്ട്. അതായത് പിന്നെ ഭർത്താവിനെ കാണാണ്ട് 6 മാസത്തിലധികം നിന്ന് കഴിഞ്ഞാൽ ഒരു ഭാര്യയ്ക്ക് വേറൊരു വിവാഹം കഴിക്കാന്നുള്ളൊരു നിയമം ഈ സംഭവത്തിന്റെ അടിസ്ഥാനമാക്കി തന്നെയാണ് വന്നത്. അപ്പൊ പണ്ഡിതന്മാരൊക്കെ ഈ ഒരു സംഭവം സഹീഹാണെന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സംഭവം ഇങ്ങനെയാണ്. അതായത് ഒരു മനുഷ്യനെ ജിന്നുകള് കിഡ്നാപ്പ് ചെയ്തുകൊണ്ടുപോയി, കടത്തിക്കൊണ്ടുപോയിട്ട് അദ്ദേഹത്തെ 4 വർഷം അദ്ദേഹത്തെ അവരുടെ കൂടെ കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം തിരിച്ചു വന്നത്. എന്നിട്ട് പിന്നെ അദ്ദേഹം പറയാണ്, അതായത് മുഷ്രിക്ക് ജിന്നും പിന്നെ മുസ്ലിം ജിന്നാണ് എന്നെ കടത്തിക്കൊണ്ടുപോയത്. അപ്പോൾ മുഷ്രിക്ക് ജിന്നും മുസ്ലിം ജിന്നും യുദ്ധം ചെയ്തത് ഞാൻ കണ്ട് അവരെന്നെ തടവുകാരനായി പാർപ്പിച്ച്, അത് കഴിഞ്ഞിട്ട് മുസ്ലിം ജിന്ന് ജയിച്ചിട്ട് ഒരു ക്യാമ്പയിൻ നടത്തിയിട്ട് മറ്റേ ഇവരെ പിന്നെ ഈ അമുസ്ലിമായിട്ടുള്ള ജിന്നുകളെ ഒക്കെ തകർത്ത്, എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളുടെ വീട്ടിലേക്ക് വിട്ടുന്നതാണ് സംഭവം. ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമം വരുന്നതും ഇതൊക്കെ വന്നത്. ഇത് എന്താ മനാർ അൽ സബീൽ പിന്നെ മനാർ സബീൽ, പിന്നെ അത് അൽബാനി ഇർവ, പിന്നെ റിപ്പോർട്ടഡ് ബൈ അൽ ബൈഹക്കി. അതായത് അവരൊക്കെ റിപ്പോർട്ട് ചെയ്തൊരു സംഭവം മനസ്സിലായി അല്ല? നിങ്ങളുടെ തെളിവ് പറഞ്ഞോളൂ, വാദം പറഞ്ഞോളൂ എല്ലാത്തും. അതായത് ഇപ്പൊ ഈ മനുഷ്യൻ ജിന്നിനെ കണ്ടിട്ടുണ്ടല്ല? ആണോ? 4 വർഷം ജിന്നിന്റെ ഒപ്പം സാധിച്ചു. ജിന്നിന്റെ രൂപത്തിൽ ആര് കണ്ടു? ഈ മനുഷ്യൻ കണ്ടിട്ടുണ്ടല്ലോ. ഖുറാന്റെ ആയത്തോ? ഖുറാന്റെ ആയത്തോ? ഖുറാന്റെ എന്തായത് ജിന്നെ കാണാൻ പറ്റൂലെന്നാ? കാണാൻ പറ്റൂലെന്ന് ഖുറാൻ അതെവിടെയാണ് പറയണ? സൂറത്തുൽ അഅറാഫ് 27. എന്താ പറയണ? കാണാൻ പറ്റൂലെന്ന്. ജിന്നിനെ കാണാൻ പറ്റൂല. നിങ്ങൾക്ക് ജിന്നിനെ കാണാൻ പറ്റൂല. ജിന്നിനെ കണ്ടു എന്നൊരുത്തൻ വാദിച്ചാൽ, ജിന്നിന്റെ രൂപത്തിൽ കണ്ടു എന്ന് വാദിച്ചാൽ അവൻ കള്ളനാണ്. മാത്രമല്ല അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഷഹാദത്തിന് പോലും പറ്റുന്ന ആളല്ലെന്ന് ഇമാം ഷാഫി പറഞ്ഞ അവിടെ ഇരിക്കട്ടെ. സൂറത്തുൽ അഅറാഫിലെ 27-ാമത്തെ ആയത്ത്, ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈതു ലാ തറൗനഹും ഇന്നാ ജഅൽന ശയാത്തീന ഔലിയാ ലില്ലദീന ലാ യുഅ്മിനൂൻ. എന്ത് ചെയ്യും? ഈ ഖുർആന്റെ ആയത്ത് ഇപ്പൊ എന്ത് ചെയ്യും നമ്മൾ? അല്ല, അതിന്റെ അർത്ഥം പറഞ്ഞു. നിങ്ങളെ പിശാചും അവന്റെ ഖബീലകളും കാണും, നിങ്ങൾ അവരെ കാണുകയില്ല. അല്ല, അപ്പൊ പ്രവാചകൻ ജിന്നിനെ കണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അപ്പൊ അതൊക്കെ ഇതിൽപ്പെടും? അതൊക്കെ മുഅ്ജിസത്തിൽപ്പെടും. അപ്പൊ ഈ സംഭവം അത് എന്താണെന്ന് നിങ്ങൾ പറയുന്നത്? ഇത് കെട്ടുകഥയാണെന്ന്? അത് കെട്ടുകഥയല്ലെന്നല്ല, അത് ഒരുപാട് സംഭവങ്ങളുണ്ട്. ആ ജാതി സംഭവങ്ങൾ ഒരുപാട് നമുക്ക് പറഞ്ഞുതരാൻ കഴിയും. അത് ഉമർ റളിയല്ലാഹു മാത്രമല്ല, ഖുറാഫി എന്ന വാക്ക് എങ്ങനെ ഉണ്ടായെന്നറിയോ? ഖുറാഫി, നമ്മൾ പറയും ഖുറാഫികൾ എന്ന് പറയില്ലേ? ഖുറാഫി എന്ന വാക്ക് എങ്ങനെ ഉണ്ടായി? ആരാണ് ഈ ഖുറാഫി? ചരിത്ര പണ്ഡിതന്മാർ പറയുന്ന കാണാം, കിതാബുകളിൽ നിന്ന് വായിച്ചരാ. ഒരു മനുഷ്യനെ ജിന്നുകൾ തട്ടിക്കൊണ്ടുപോയി, എന്നിട്ട് പലതും കാണിച്ചു കൊടുത്തു, എന്നിട്ട് അയാളെ തിരിച്ചുകൊണ്ടുവന്നാക്കി. ഇയാൾ കണ്ട കാര്യമൊക്കെ നാട്ടുകാരോട് പറയാൻ തുടങ്ങി. അപ്പൊ ഇത് ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമായി തോന്നി. പിന്നെ അവസാനം ആളുകൾ പിന്നെ പറയാൻ തുടങ്ങി, കമാകാലൽ ഖുറാഫി. മനസ്സിലായോ? ഖുറാഫി പറഞ്ഞതുപോലെ. അങ്ങനെയാണ് ഈ ഖുറാഫി എന്ന വാക്കുണ്ടായത്. മനസ്സിലായോ? ഇത്തരം സംഭവങ്ങൾ അഥവാ ഹർക്കുൽ ആദാത്തുകൾ ഒരിക്കലും ദീനിൽ ഒരു ദലീലായി ഒരു കാര്യം സമർത്ഥിക്കാൻ കൊണ്ടുവരാൻ പാടുള്ളതല്ല എന്നെങ്കിലും അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഈ കഥ മാത്രമല്ല, പല കഥകളും ഇവർ പറഞ്ഞു തന്നിട്ടുള്ളത് ഞങ്ങൾക്കറിയാം. ഒരു കഥ മാത്രമല്ല, പല കഥകളും ഈ രൂപത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് നിങ്ങളെ തെറ്റിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യൻ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് തട്ടിക്കൊണ്ടുപോയി ജിന്നുകളുമായി സംബന്ധിച്ച മനുഷ്യൻ ചെയ്ത് വസീലത്തു ശിർക്കാണോ? ലൈസവി ശിർക്ക് എന്ന് മാത്രം പറഞ്ഞാൽ പോരല്ലോ, വസീലത്തു ശിർക്കാണോ അയാൾ ചെയ്തത്? നിങ്ങളൊരു കാര്യം ദലീൽ വെക്കുമ്പോൾ അത് തമ്മിൽ പരസ്പരം യോജിപ്പുണ്ട്. ഒന്ന്, നിങ്ങൾ വാദിച്ചത് ജിന്നിന്റെ കോലത്തിൽ വന്നാൽ, ജിന്നിന്റെ രൂപത്തിൽ വന്നാൽ അങ്ങനെ എന്നോട് ജിന്നാണെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഖുർആനെതിരായി നിങ്ങൾ. ആയത്ത് ഉണ്ട് എന്ന് പോലും, അല്ല അങ്ങനെ ഒരു ആയത്ത് ഖുർആൻ ഉണ്ട് എന്ന് പോലും സഹോദരൻ അറിഞ്ഞിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ ഉമർ റളിയല്ലാഹുവിന്റെ കഥ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആയത്ത് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, ഉമർ റളിയല്ലാഹുവിന്റെ കഥ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം,
ജിന്നിന്റെ കോലത്തിൽ കണ്ടു എന്നൊരുത്തൻ പറഞ്ഞാൽ മൻ സഅമ അന്നഹു യറൽ ജിന്ന ഫഹുവ കാദിബുൻ, ഞാൻ ജിന്നിനെ കണ്ടു എന്നൊരുത്തൻ പറഞ്ഞാൽ അവൻ കള്ളനാണ്. മാത്രമല്ല തുറദ്ദു ഷഹാദത്തുഹു ഇല്ല അയ്യക്കൂന നബിയൻ, അയാൾ നബി അല്ലെങ്കിൽ, കണ്ടോ നിങ്ങൾ ചോദിച്ചില്ലേ നബി കണ്ടിട്ടില്ലെന്ന് ചോദിച്ചില്ലേ, അയാൾ ആ പറഞ്ഞ ആൾ നബി അല്ലെങ്കിൽ അവന്റെ സാക്ഷ്യം തന്നെ തള്ളിക്കളയും. എന്നിട്ട് ആയത്തോതി മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ല, ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈതു ലാ തറൗനഹും, നിങ്ങൾ അവരെ കണ്ടിട്ടില്ല, നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയില്ല, അവനും അവന്റെ ഖബീലയും നിങ്ങളെ കാണും.